വീരേശ്വരാനന്ദ സ്വാമി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സമ്പന്നമായ ഈ ആത്മസഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഗുരുവും ഗാന്ധിജിയും 100 വർഷങ്ങൾക്ക് മുമ്പ് ശിവഗിരിയിൽ വെച്ച് കണ്ട സന്ദർഭം, അതിൻ്റെ പ്രധാനപ്പെട്ട അംശങ്ങൾ ഇവിടെ സ്വാമിജികൾ പറഞ്ഞിട്ടുണ്ട്. രാവിലെ മുതലേ നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്കിവിടെ നിങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ളത്. ഗുരുവിനെ പല തരത്തിലും പല നിലകളിലും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഒരുപക്ഷെ അധികം പേരും കേൾക്കാത്ത ഒരു 4 വരിയുണ്ട്. സ്വാമി ആഗമാനന്ദൻ, അദ്ദേഹം ഗുരുവിൻ്റെ ഒരു പ്രസാദമാണ്. മലയാളത്തിൻ്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആഗമാനന്ദ സ്വാമി ഗുരുവിനെ ഇങ്ങനെയാണ് കോറിയിട്ടത്: അധസ്ഥിതാനാം പരിപാലനായ കൃതാവതാരോ കരുണാപയോധി വേദാന്തവർത്തി ഗുരുരേവ സാക്ഷാത് നാരായണോ നാദി നവാവതാരഃ. അധസ്ഥിതാനാം പരിപാലനായ, സിമ്പിൾ, നീഡ് നോട്ട് എക്സ്പ്ലനേഷൻ. കൃതാവതാരോ കരുണാപയോധി, ഹി ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് കരുണ, അൻപ്, അനുകമ്പ. വേദാന്തവർത്തി ഗുരുരേവ സാക്ഷാത്, വേദാന്തം, ബ്രഹ്മവിദ്യയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ച മഹാത്മാവാണ്. അങ്ങനെയുള്ളതായ നവാവതാരം, പുതിയ അവതാരമാണ് എന്നാണ് ആഗമാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. സർവമത സമ്മേളനത്തിൻ്റെയും വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയുടെയും ഹോമമന്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഗുരുവും ഗാന്ധിജിയും സമാഗമിച്ചതിൻ്റെ എല്ലാം ശതാബ്ദി ആഘോഷം നടക്കുന്ന വർഷമാണിത്. ഈ വർഷത്തിൽ മലയാളക്കരയ്ക്ക് കാതങ്ങളകലെ ഇന്ന് നമ്മൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ അനുഗ്രഹമാണ് എന്ന് ഇന്നെല്ലാവരും സംസാരിച്ചു. തീർച്ചയായിട്ടും നമ്മളപ്പോൾ ഇനി സംസാരിക്കേണ്ടത് നാളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഗാന്ധിജി ഗുരുവിനെ കാണുകയും ഗുരുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, അൺടച്ചബിലിറ്റി എന്നത് സംബന്ധിച്ച് നമ്മുടെ ടെക്സ്റ്റുകൾ, വേദങ്ങളിൽ പറയുന്നുണ്ടോ? നോ, ഇല്ല. റൈറ്റ്. ജാതീയത എങ്ങനെ മാറ്റാൻ സാധിക്കും? എഡ്യൂക്കേഷൻ, മിശ്രവിവാഹം, സോഷ്യൽ ഗ്യാതറിംഗ്, കലവറയില്ലാതെ സംവദിക്കുക, ഇങ്ങനെയുള്ള ചില പദ്ധതികൾ പറഞ്ഞു വരുന്നത് ഇതാണ് നടപ്പിലാക്കേണ്ടത്. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചുള്ളതായ പഠനം ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഗാന്ധിയൻ ഫിലോസഫി, ഗാന്ധിയൻ എഡ്യൂക്കേഷൻ, 18,000 ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററുകളിൽ ഗാന്ധിയൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഗാന്ധിയൻ എക്കോണമി, അങ്ങനെയുള്ളതായ വ്യത്യസ്തമായ ഡയമെൻഷനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. UN ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് നോൺ വയലൻസ് ഡേ, ഇന്റർനാഷണൽ നോൺ വയലൻസ് ഡേ, ഒക്ടോബർ 2. ഇവിടെ നോൺ വയലൻസിൻ്റെ മനുഷ്യരൂപമായ ഗുരുവിനെ കുറിച്ച് ഈ UN അസംബ്ലിയിലുള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ, ഗുരുവെന്ന് പറയുന്ന ആ സൗഭാഗ്യത്തെ ലോകത്തിൻ്റെ സൗഭാഗ്യമാക്കി മാറ്റാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. സർവമത സാരം, ആ സാരം എന്താണ് എന്നത് 100 വർഷങ്ങൾക്ക് മുമ്പ്
പറഞ്ഞു എന്നത് മാത്രമല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്തു. നമുക്കറിയാം അതിന് എന്തു വേണമെന്ന് ചോദിച്ചാൽ ഒന്നും തള്ളിക്കളയുകയല്ല, ശരിയായി സ്വീകരിക്കുകയാണ് വേണ്ടത്. നമുക്ക് ജാതി വേണം, മതം വേണം, ദൈവം വേണം. നമ്മളത് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. നിർബന്ധമായിട്ടും എന്ത് വേണം? ജാതി വേണം. 1 നമ്പർ ജാതിവാദിയായിരുന്നു ഗുരുദേവൻ. ഞാൻ ഒരിക്കൽ പ്രഭാഷണം തുടങ്ങിയപ്പോൾ ആളുകൾ എണ്ണിച്ചു, എന്താ മിസ്റ്റർ നടേശൻ ജി, വാട്ട് യു ആർ ടെല്ലിങ്? യെസ്, മനുഷ്യത്വ ജാതിയെക്കുറിച്ച് പറഞ്ഞ ഗുരുദേവൻ്റെ ആ മനുഷ്യത്വമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് മതം, സ്നേഹം തേടുന്നവരുടെ മതം. നമ്മൾ സ്നേഹസ്വരൂപികളാവുന്നു, ആ സ്നേഹത്തെ അറിയാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ മതം നമുക്ക് ആവശ്യമാണ്. മൂന്നാമത്തത് ദൈവമാണ്. ദൈവത്തിനെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നടത്തിയ വിഫല ശ്രമങ്ങളാണ് തെറ്റായ ദൈവത്തിൽ നമ്മളെ എത്തിച്ചത്. എന്താണ് ദൈവം? കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും കാണുന്ന കാഴ്ചകളും നടക്കുന്ന വഴികളും ദൈവമാണെന്ന് പഠിപ്പിച്ചു, അല്ലെ? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച ദൈവത്തെക്കുറിച്ച് ആണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ച് ഇത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് വേണ്ടത്, ഇതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. ഇതായിരുന്നില്ലേ ഗാന്ധിജിയും പറഞ്ഞത്, അല്ലേ? ഗാന്ധിജി സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്, സ്നേഹമാണ് ദൈവം. ഗാന്ധിജി സർവ്വ ഉദയത്തെക്കുറിച്ചാണ്, സർവോദയം, എല്ലാവരുടെയും ഉദയമാണ്. ആ ഉദയം തന്നെയാണ് ഗുരുദേവനും പറഞ്ഞിട്ടുള്ളത്. ഹരിയുടെ ജനങ്ങളാണ് എല്ലാ മനുഷ്യരും. ഹരി ആത്മസ്വരൂപിയാണ്. ആ ആത്മസ്വരൂപി തന്നെയാണ് നമ്മളെല്ലാവരും. വെളിയിലിരുന്ന് വിവർത്തമെങ്ങ് കാണും വെളിമുതലായ വിഭൂതിയഞ്ചുമോർത്താൽ, അല്ലേ? ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചവും നമ്മളുമെല്ലാം ദൈവികതയുടെ ആവിഷ്കാരമാണ്. ഞാൻ ഇന്നാണോ ഇന്നലെ എന്നറിയില്ല, അരുണിനോട് ഒരു കാര്യം പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ബോധിപ്പിക്കാൻ വേണ്ടി ഒരു കുഞ്ഞൊരു 2 പാട്ടുകൾ പാടി. അതായത്, മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യന്റെ കുപ്പായം അണിഞ്ഞു എന്നൊരു പാട്ടുണ്ട്. അത് ബിച്ചുതിരമലയുടെ ആണെന്ന് തോന്നുന്നു. ഡാർവിൻ്റെ തിയറി അത്. അതായത്, ഈ നമ്മളാകുന്ന മനുഷ്യൻ, നമ്മുടെ പൂർവികന്മാർ കുരങ്ങന്മാരായിരുന്നു. ഇതല്ല, പിന്നെ എന്താണ്? ഈശ്വരൻ മനുഷ്യനായി അവതരിച്ച് മണ്ണിൻ്റെ ദുഃഖങ്ങൾ പങ്കുവെച്ചു. മനുഷ്യൻ, ഈ ഇരിക്കുന്ന എല്ലാ മനുഷ്യരും ഈശ്വരൻ്റെ അവതാരമാകുന്നു. അതുകൊണ്ട് ഈ മനുഷ്യൻ അവൻ്റെ പൂർവികൻ ആരാണെന്ന് ആരായുകിൽ എന്തറിയാൻ സാധിക്കും? ഞാൻ ഈശ്വരനാണ്, ഞാൻ ആത്മാവാണ്. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാവിനെ എന്നുള്ളതാണ്. ഈശ്വരൻ, ഗുരു, ആത്മാവ്. ആനന്ദം, ആത്മാ, ബ്രഹ്മ, ഇതെല്ലാം ഒന്നാണ്, ആനന്ദസ്വരൂപികളാണ്. അപ്പൊ താൻ ആനന്ദസ്വരൂപിയാണ് എന്ന വലിയ സന്ദേശം മനുഷ്യനിൽ ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന ആ വിദ്യയാണ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്. ഇതാണ് ലോകത്തിന് മുമ്പാകെ നാം വെക്കേണ്ടത്. ഇത് തന്നെയാണ് ഗുരുവിൻ്റെ ഓരോ ഉപദേശങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ജാതിയെക്കുറിച്ചാണെങ്കിലും മതത്തെക്കുറിച്ചാണെങ്കിലും എല്ലാം ആ നിലയിൽ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് അഹിംസ. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി അഹിംസാവാദി തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഗാന്ധിജിക്ക് പോലും അഹിംസ അത്രമേൽ പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ, ആ അനുകമ്പ എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ ടോപ്പാണ്. ഇതാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ. ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ ജീവകാരുണ്യം നിരൂപണം,
ജീവകാരുണ്യത്തിൻ്റെ ടോപ്പാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പൊട്ടുതൊട്ട് പൂണൂലിട്ട് അമ്പലത്തിൽ പോകുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത്. നോ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണമെങ്കിൽ സ്പിരിച്വാലിറ്റി വേണമേ. അടുത്ത് നിൽക്കുന്ന അനുജനെ കാണണമെങ്കിൽ സ്പിരിച്വാലിറ്റി വേണം. അതാണ് വയലാർ പാടിയത്, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ഉയരുന്നു എന്നാണ്. മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് ആത്മീയത എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ആത്മീയതയെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവതരിപ്പിച്ചു എന്നതാണ് പറ്റിയ അബദ്ധം. അതിനെ വളരെ സഹജമായ രീതിയിൽ നേരത്തെ പറഞ്ഞില്ലേ, കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ധരിക്കുന്ന വസ്ത്രവും തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ താത്വികമായിട്ടാണ് അദ്വൈത ദീപിക എന്ന് പറയുന്ന കൃതിയിൽ പറയുന്നുണ്ട്. വാസസ്സു തന്തുവിതു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പ്രകരണത്തിൽ പറയാണ്, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം അത് പിരിച്ചു നോക്കിയാൽ നൂലാണ്, അത് പിരിച്ചു നോക്കിയാൽ എന്തായി പഞ്ഞിയാണ്, അത് പിരിച്ചു നോക്കിയാൽ എന്തായി പഞ്ചഭൂതങ്ങളാണ്. അവസാനം എന്താ എത്തുന്നത്, പരമാവധി ബോധമത്രേ എന്നുള്ളതാണ്. സോ ആത്മവിലാസം, ദ എൻറ്റയർ യൂണിവേഴ്സ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ആത്മൻ. അതാണ് ആത്മവിലാസം എന്നൊരു കൃതിയിൽ പറയുന്നുണ്ട്. ആധുനിക ശാസ്ത്രം പരമാണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, പരമാണുവല്ലേ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടോ, പരമാണു പോലും ആത്മാവിൻ്റെ വിലാസമാകുന്നു എന്നാണ്. ഈ നിലയിൽ ഗുരു എന്താണ് പറയുന്നത്, നരരൂപമെടുത്ത ധർമ്മമാണ്, അല്ലെങ്കിൽ മനുഷ്യരൂപമെടുത്ത ദൈവം. ആ നിലയിലെ ബോധ്യമുള്ള മഹാത്മാവാണ് മഹാത്മാഗാന്ധി. സ്വാഭാവികമായിട്ടും ആ നിലയിൽ ഈസ് എ സോഷ്യൽ റിഫോർമർ, നോ ഡൗട്ട്. സോഷ്യൽ റിഫോർമറാണ്, ഫ്രീഡം ഫൈറ്ററാണ്, എല്ലാമാണ്. പക്ഷെ വെൻ കമ്പയർ വിത്ത് ഗുരുജി, ത്രാസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിനോട് നമുക്ക് പറയാനുള്ളത്, സ്റ്റഡി ഗുരുസ് ഫിലോസഫി, എഡ്യൂക്കേഷണൽ മാനിഫെസ്റ്റോ ഓഫ് ഗുരു, അതിനെക്കുറിച്ചാണ് നടരാജഗുരു പേർത്ത് പറഞ്ഞിട്ടുള്ളത്, വൺ വേൾഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ നിലയിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക് ഈ ശതാബ്ദി ആഘോഷങ്ങൾ നടത്തുമ്പോൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു തെറ്റ്, എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊരു സ്വഭാവമുണ്ട്. അൺടച്ചബിലിറ്റി ഉണ്ട്, ഉറപ്പാണ്. അത് പ്രാക്ടീസ് ചെയ്തിരുന്നു ഒരു തലമുറ. ഈ ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പമാണ്. അതായത് അതൊരു കാലഘട്ടമാണ്, കഴിഞ്ഞു. ഇനി അതിനെ പുനർജനിപ്പിക്കരുത് വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്. ഇനി നമ്മൾ ഭാവിയിലേക്കാണ് നോക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ നിലയിൽ സ്വാമി പറഞ്ഞിരുന്നു, മഠത്തിൽ ഗാന്ധിജി തങ്ങിയിരുന്നു. അവിടുത്തെ സ്വച്ഛത കണ്ട്, അവിടുത്തെ അച്ചടക്കം കണ്ട്, അവിടുത്തെ എല്ലാം കണ്ട് അതിശയിച്ചു. അദ്ദേഹം പറയുകയാണ്, ഈ കുട്ടികൾ എത്ര മനോഹരമായിട്ടാണ് ഉപനിഷത്തുകൾ ചൊല്ലുന്നത്. ഉപനിഷത്തുകൾ ചൊല്ലുന്ന തരത്തിലേക്ക് കുട്ടികൾ വളർന്നു. അത് ചെറിയ കാര്യമല്ല. അന്ന് ഉപനിഷത്ത് പാടിയ കുഞ്ഞുങ്ങളാണ് പിൽക്കാലത്ത് ഗുരുവിൻ്റെ സന്ദേശം പല സ്ഥലങ്ങളിലും പരത്തിയത്. അവർക്കന്ന് ഉപനിഷത്ത് ചൊല്ലാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അയ്യോ എന്താ പറയുക, ദളിതന്മാരാണ്, ഞങ്ങൾ ആകെ മോശക്കാരാണെന്നും പറഞ്ഞ് ആത്മനിന്ദ നടത്തിക്കൊണ്ടൊരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു എങ്കിൽ നമ്മളാരും ഇന്നിവിടെ ഇരിക്കില്ലായിരുന്നു. ഇന്ന് കേരളം നേടിയിട്ടുള്ള നേട്ടം നമുക്കുണ്ടാവില്ലായിരുന്നു. അപ്പോൾ നാം മുന്നിലേക്കായിട്ട് നോക്കേണ്ടത്. ഒപ്പം ഒന്ന് രണ്ട് പോയിന്റ് കൂടി പറയുകയാണ്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നമുക്കറിയാം. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ, ആരാണ് വൈക്കം വീരൻ? നിങ്ങളുടെ മനസ്സിൽ വന്ന വീരനല്ല വൈക്കം വീരൻ എന്ന് പറഞ്ഞാൽ. വൈക്കത്ത് ചെന്ന് നോക്കുന്ന വീരനുമല്ല വൈക്കം വീരം. അത്
ടി കെ മാധവനും കെ പി കേശവമേനോനും കെ കേളപ്പനും അടങ്ങുന്നതായ വലിയ സംഘമുണ്ട്. അവരെ അനുഗ്രഹിച്ച യഥാർത്ഥത്തിലുള്ള വീരൻ എന്ന് പറയുന്നത് ഗുരുദേവനാണ്. കാൽനടയായി ചെന്ന് അന്നത്തെ കാലത്ത് 1000 രൂപ കൊടുത്ത് അനുഗ്രഹിച്ച് എല്ലാ തരത്തിലുള്ള ധൈര്യവും കൊടുത്ത വീരനാണ്. പക്ഷെ നമ്മളാരും വൈക്കം വീരനെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ കുറേ ഇഷ്ടം എന്താ പറയുക രാമൻ സ്വാമി നായ്ക്കറാണ്. അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയല്ല, അദ്ദേഹം ഗസ്റ്റ് ആർട്ടിസ്റ്റാണ്, ചരിത്രത്തിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹം വന്നു, പങ്കെടുത്തു, ജയിൽവാസം അനുഭവിച്ചു, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇതിൻ്റെ കൺസെപ്റ്റ് കംപ്ലീഷൻ വരെ ഉണ്ടായിരുന്ന വീരന്മാരാര്? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ഇന്നും നമുക്ക് ചോദിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർഫെയ്ത്ത് ഡയലോഗിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്റർഫെയ്ത്തിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആത്മോപദേശ ശതകത്തിലെ പ്രതിപാദിക്കുന്ന പല കാര്യങ്ങളും മതത്തെ സംബന്ധിച്ച് ഉള്ള സങ്കല്പങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചർച്ച ചെയ്താൽ മാത്രം പോരാ, അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുള്ളതാണ്. പെരുമ്പാവൂരിനടുത്ത് തോട്ടുവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ സർവമത സമ്മേളനത്തിൻ്റെ ഭാഗമായി ഖുറാനും ബൈബിളും ധമ്മപദവും ഭഗവത്ഗീതയും പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പറയാൻ എളുപ്പമാണ്, പക്ഷെ അതിൻ്റെ റിയാക്ഷൻ ഭയങ്കരമായിരുന്നു. എല്ലാ മതത്തിൻ്റെയും സാരം നിങ്ങൾ പഠിക്കണം എന്ന് ഗുരുദേവൻ നമ്മൾ ഉപദേശിച്ചു. പക്ഷെ പഠിപ്പിക്കണം എന്നൊരു നോട്ടീസ് ചെന്നപ്പോൾ റിയാക്ഷൻ പല സ്ഥലങ്ങളിൽ നിന്നാണ് വന്നത്. യെസ്. അപ്പം ആ നിലയിൽ ഇപ്പോഴും നമ്മുടെ സാമൂഹിക സാഹചര്യം ഇതിനെല്ലാം വിരുദ്ധമായതാണ്. ഇതിനെ നമുക്ക് പാകപ്പെടുത്തേണ്ടതുണ്ട്. ഈ നിലയിൽ ഈ ഓരോ കാര്യങ്ങളുടെയും അതിൻ്റെ എസൻസ്, ഇന്നർ മീനിങ് നാം മനസ്സിലാക്കുകയും അത് ലോകത്തിന് നന്മ വരുന്ന തരത്തിലേക്ക് എങ്ങനെ നമുക്കതിനെ മാറ്റാം, അതിനുവേണ്ടിയുള്ള കർമ്മപദ്ധതികൾ എന്താണ് എന്നതായിരിക്കണം നമ്മുടെ ചിന്തയുടെ അജണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.